പരിശീലനം ചെയ്യുന്നവരാണ്. ശിവ കുണ്ഡലിനി യോഗം, ആയുഷ്കല അല്ലെങ്കിൽ ശിവരാജ യോഗത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന പരിശീലനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ ബഹുഭൂരിപക്ഷവും ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അപ്പോ പുതുതായി നമ്മളുടെ ശിവകുണ്ഡലിനി യോഗം, ആയുഷ്കലയിലൊക്കെ പങ്കെടുക്കുന്ന സാധകര് പലകുറി ചോദിക്കുന്ന സംശയങ്ങളുണ്ട് നിരവധി. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ ധ്യാനം എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്? എന്താണ് ധ്യാനം ചെയ്തത് കൊണ്ടുള്ള ഗുണം? ധ്യാനത്തിലെ ഏകാഗ്രതാ ശക്തി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? പല പ്രാവശ്യം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും പുതുതായി ധാരാളം പേര് പഠിക്കാൻ വരുമ്പോൾ അവർ ചോദിക്കുന്ന സംശയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് ഓരോ ഗ്രൂപ്പുകളിലും പറയുന്നതിന് പകരം ഇത്തരത്തിൽ ഇടയ്ക്ക് ഒരു സത്സംഗ ക്ലാസ് വെച്ചാൽ നമുക്ക് ആ വിഷയവും അവതരിപ്പിക്കാം. ഇന്ന് ക്ലാസ്സിൽ അല്പസമയം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയവും നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ശിവകുണ്ഡലിനി യോഗം, ആയുഷ്കല എന്ന പരിശീലനമാണ് നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പഠിപ്പിക്കുന്ന വിദ്യ. ഏതാണ്ട് 10,000-കണക്കിന് ആളുകളിലേക്ക് കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഈ വിദ്യ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് അതിമഹത്തായ ഒരു ധ്യാന പരിശീലനമാണ്. ഹിമാലയത്തിലെ സിദ്ധാശ്രമത്തിലെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന പരമഗുരുവിന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെയാണ് നമ്മളെല്ലാം ഈ ക്രിയ അനുഷ്ഠിക്കുന്നത്. ഈ ക്രിയ അനുഷ്ഠിക്കുന്നതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും പരിശീലനം ചെയ്യുന്നവരാണ്. ഇപ്പൊ 2-3 വർഷങ്ങളായിട്ട് കുണ്ഡലിനി ക്രിയ പ്രാക്ടീസ് ചെയ്യുന്നവർ ഇതിന്റെ അകത്ത് എപ്പോഴും എന്നും പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സംഘടനാ സംവിധാനം ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധന കേന്ദ്രം HSYSK ഒരു അംഗീകൃതമായ ഒരു സംഘടനാ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന, രജിസ്റ്റേർഡ് ആയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളും രജിസ്റ്റേർഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും അധികം പ്രൊജക്ട് ചെയ്യുന്ന ഒരു ധ്യാനക്രിയ ശിവകുണ്ഡലിനി ധ്യാനക്രിയ. നമ്മൾ പറഞ്ഞെടുക്കുന്നത് തുടങ്ങിയാൽ ധ്യാനം എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു ധ്യാനത്തിലൂടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശാന്തിയും ബുദ്ധിക്ക് ഉണർവും നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ, ഈശ്വരീയ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാനും കഴിയും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ധ്യാന പരിശീലനങ്ങളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഈ അത്യന്താധുനിക കാലഘട്ടം ജീവിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കോടാനുകോടി സൂര്യപ്രഭയോട് കുടികൊള്ളുന്ന ഈശ്വരീയ ചൈതന്യത്തെ നമ്മൾ അറിയാത്തത് കൊണ്ട്, അതിനെ അന്വേഷിക്കാത്തത് കൊണ്ട്, ഈശ്വര അനുഗ്രഹം പലപ്പോഴും നമുക്ക് ലഭ്യമാകാത്തത് കൊണ്ട് ഉള്ള വിവിധ വിഷയങ്ങൾ. അപ്പൊ ഇതിനെല്ലാം മറുമരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ധ്യാനമാണ്. ധ്യാനം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് എന്നാണ് യോഗിമാര് പറയുന്നത്. ധ്യാനിക്കാനുള്ള ഒരു ശേഷി ഒരാൾക്കുണ്ടാക്കുക, ഒരാൾ ഒരു ധ്യാന പരിശീലനത്തിലേക്ക് വരിക, ഒരു യഥാർത്ഥ പരമ്പരയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക, ഇതൊക്കെ ജന്മജന്മാന്തര സുഹൃതമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. 3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരാൾ ആധ്യാത്മിക മേഖലയിലേക്ക് വരുന്നത്. 1, ഈശ്വരാനുഗ്രഹം, ഏറ്റവും പ്രധാനമാണ്, ദൈവാധീനം എന്ന് നമ്മൾ പറയും. 2, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ, പൂർവ്വജന്മങ്ങളിൽ ഒക്കെ ഒരുപക്ഷെ ആ ഗുരുവിന്റെ കീഴിൽ, ആ പരമ്പരയുടെ കീഴിലൊക്കെ ആയിരിക്കും സാധനാദി കാര്യങ്ങൾ ചെയ്തത്. ഈ ജന്മത്തിലും ആ പരമ്പര നമ്മളെ വിടാതെ പിന്തുടരും. നമ്മൾ നമ്മളുടെ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ, മകളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങളുടെ ഗുരു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പരമ്പര നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ബന്ധം ജന്മജന്മാന്തരങ്ങൾക്കപ്പുറമുള്ള ബന്ധമാണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആ പരമ്പരയിലാണെങ്കിൽ ഈ ജന്മം നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങളുടെ ഗുരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ പരമ്പര നിങ്ങളെ
അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ അറിയണമെന്നില്ല. ഇപ്പൊ നമ്മളുടെ തന്നെ സിസ്റ്റം ഈ ശിവകുണ്ഡലിനി ക്രിയ ആയുഷ് കല പഠിക്കാനൊക്കെ ആയിട്ട് ജോയിൻ ചെയ്ത ധാരാളം പേര് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബന്ധം. എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, എങ്ങനെയാണ് ഇത് പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്? പലരും ചിന്തിക്കുന്ന, പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അതൊന്നും ആകസ്മികമല്ല. നമ്മൾ ഈ ജന്മത്തെ മാത്രമേ അറിയുന്നുള്ളൂ. ഗുരുക്കന്മാർ നമ്മളുടെ ജന്മാന്തരങ്ങളിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നവരാണ്. അത്രയും അധികം സ്നേഹമാണ് ഗുരുക്കന്മാരോട് നമുക്കുള്ളത്. എന്റെ ജീവിതത്തിൽ എനിക്കിത് പലകുറി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ ഗുരുനാഥന്റെ ഏറ്റവും വലിയ സ്നേഹവും പ്രൊട്ടക്ഷനും ജന്മാന്തരമായി നമ്മളെ പിന്തുടരുന്നത് നമുക്കറിയാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ ഈശ്വരാനുഗ്രഹവും ഗുരുവിന്റെ പരമ്പരയുടെ അനുഗ്രഹവും പിന്നെ പൂർവ്വജന്മ സുഹൃതവും, ഇതൊക്കെ പഠിക്കാൻ ഒരു സുഹൃതം വേണം. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരാള് ശിവകുണ്ഡലിനി ക്രിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജയോഗ പാതയിലേക്ക് വരുന്നതെന്നാണ്. രാജയോഗ പാതയാണ് ശിവകുണ്ഡലിനി യോഗം. എന്താണ് രാജയോഗ പാത എന്നതിനെ വിളിക്കാനുള്ള കാരണം? നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ സഹസ്രാരത്തിൽ രാജാതിരാജനായ യോഗരാജനായ പരമശിവൻ കുടികൊള്ളുന്നുണ്ട്. നമ്മളെല്ലാം ഉള്ളിൽ ഈശ്വരനുണ്ട്, ശിവനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അദ്ദേഹത്തെ അറിയാൻ കഴിയുന്നില്ല, അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ സഹസ്രാരയിലുള്ള ശിവനിലേക്ക് നമ്മളെ നയിക്കാൻ ഉള്ളൊരു ശക്തി നമ്മളുടെ മൂലാധാരത്തിൽ. നമ്മൾ ഇവിടെ നിന്ന് നടന്ന് ഹിമാലയത്തിൽ പോകുന്നത് പോലെയാണ്, അല്ലെ? ഹിമാലയത്തില് ഭഗവാൻ പരമശിവൻ ഉണ്ടെന്നാണ് നമ്മളുടെ വിശ്വാസം. കൈലാസമുണ്ട്, മഹാദേവനുണ്ട്, അനേക ഗുരുക്കന്മാരുണ്ട്, ഋഷികളുണ്ട്. എന്തിനാ നമ്മൾ ഇത്രയും മഞ്ഞൊക്കെ സഹിച്ച് അവിടെ പോകുന്നത്? അവിടെ പോയാൽ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും, ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്നും ആൾക്കാർ ഹിമാലയത്തിലേക്ക് ഒക്കെ പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മളെല്ലാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആത്മീയമായ പുരോഗതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകണം, ഗുരുക്കന്മാരെ കാണണം, ഈശ്വര സാക്ഷാത്കാരം നേടണം. ഇതെല്ലാം മനുഷ്യരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ പരിശീലിക്കുന്ന ശിവകുണ്ഡലിനി ക്രിയാ ധ്യാന വിദ്യ എന്ന് പറയുന്നത് ഈ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു വിദ്യ. ഇത് ആരംഭിച്ചത് മഹാദേവനിൽ നിന്നാണ്. ഒരു ധ്യാന ശ്ലോകം തന്നെയുണ്ട്. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. സദാശിവനിൽ നിന്ന്, പരമശിവനിൽ നിന്ന് ആരംഭിച്ച് ആർഷ ഋഷി ഗുരു പരമ്പരകളിലൂടെ പകർന്ന് ആദി ശങ്കരാചാര്യർ മധ്യമമായി എന്റെ ആചാര്യൻ വരെ എത്തിയിരിക്കുന്ന സർവ പരമ്പരകളെയും ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ധ്യാനശേഷി വർദ്ധിക്കണമെങ്കിൽ, ധ്യാനത്തിന്റെ അഗാധതയിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് വേണ്ടതായിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ജീവിതത്തിനൊരു നിഷ്ഠയാണ്. അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ജീവിതത്തിന് വേണം. ഇതെല്ലാം ദിനചര്യയുടെ ഭാഗമാണ്. അടുക്കും, ചിട്ട, നിഷ്ഠ ഇതെല്ലാം ചേരുമ്പോഴാണ് ദിനചര്യ. എന്താണ് ഈ ദിനചര്യ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ദിനത്തിലൂടെ നമ്മൾ ചരിക്കുക, അല്ലെ? ഒരു ദിവസത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. അലസമായിരിക്കരുത്, അശ്രദ്ധമായി ഇരിക്കരുത്, വെറുതെ ഇരുന്ന് സമയം നമ്മൾ കളയരുതെന്നാണ് യോഗിമാര് പറയുന്നത്. കാരണം കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലും നമ്മളുടെ ആയുസ് കുറയുന്നു, നമ്മളുടെ ആരോഗ്യം കുറയുന്നു, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള നമ്മളുടെ സമയം കുറഞ്ഞു വരികയാണ്. അപ്പൊ സമയത്തെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ്? എന്താണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? 24 മണിക്കൂറാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളത്. ഈ രാഷ്ട്രത്തിൽ, ഈ ലോകത്തിൽ ഉള്ള എല്ലാ മനുഷ്യർക്കും ഉള്ളത് 24 മണിക്കൂറുകൾ. ഈ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മൾ അറിയാം. അതിനെന്ത് വേണം? ദിനചര്യ വേണം. ഒരു വിദ്യാർത്ഥിയാണെങ്കിലും, ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും, ഒരു വീട്ടമ്മയാണെങ്കിലും, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും, ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇതം പ്രധാനമായി വേണ്ട ഒരു കാര്യം ദിനചര്യയാണ്. ഒരു ദിവസത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ കൃത്യമായി ചാർട്ട് ചെയ്യണം. രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകേണ്ട ഒരാൾ 7 മണി വരെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് കുണ്ഡലിനി ക്രിയ പോയിട്ട് ഒരു ധ്യാനവും ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒരു വിദ്യാർത്ഥി അവൻ എപ്പോഴും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലോ അവൻ ജീവിതത്തിൽ വിജയിക്കില്ല. ഏതാണ്ട് 6 മണിക്കൂർ സമയം മതി നമ്മളുടെ മസ്തിഷ്കത്തിന്, 5.5 മുതൽ 6 മണിക്കൂർ സമയം മതി നമ്മുടെ മസ്തിഷ്കത്തിന് റീചാർജ് ചെയ്യാൻ, അല്ലെ? നമ്മളുടെ മൊബൈൽ ഫോണിന്റെ
ബാറ്ററി ലോ ആകുമ്പോൾ നമ്മൾ കുത്തി അതിനെ റീചാർജ് ചെയ്യില്ലേ? ഇന്ന് സ്പീഡ് റീചാർജറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഫോൺ ചാർജ് ആകും. പണ്ട് മണിക്കൂറുകൾ കുത്തി കിടക്കും. ഇന്ന് വളരെ വേഗത്തിലാണ്. അപ്പൊ നമ്മളുടെ ശിരസിലെ ഈ മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണ്. കാരണം ഇതിന്റെ എനർജി കൊണ്ടാണ് ശരീരത്തിലെ ഓരോ സസൂക്ഷ്മമായ പ്രവർത്തനങ്ങളും നടക്കുന്നത്. നിങ്ങളുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നതിന് പിന്നിൽ പോലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സൂക്ഷ്മമായ ഒരു ശക്തി, ഒരു പ്രാണശക്തി, ഒരു കറണ്ട് ഉണ്ടെന്നാണ് യോഗികൾ പറയുന്നത്. അങ്ങനെ എത്ര 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 പ്രവർത്തനങ്ങൾ മനുഷ്യ ശരീരത്തിൽ അനുനിമിഷം നടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. കണ്ണിന്റെ പ്രവർത്തനം, ചെവിയുടെ പ്രവർത്തനം, മൂക്കിന്റെ പ്രവർത്തനം, നാവിന്റെ പ്രവർത്തനം, ത്വക്കിന്റെ പ്രവർത്തനം, കൈകളും കാലുകളും കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അല്ലെ? നിരന്തരമായി ഈ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ അനുനിമിഷം ഈ ശരീരം പ്രവർത്തിക്കുന്നു. ശരീരം പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, നമ്മളുടെ ബൗദ്ധിക തലം പ്രവർത്തിക്കുന്നു. അപ്പോ നമ്മൾ ഉറങ്ങുന്നത് എന്താണ്? ഉറങ്ങുന്നത് ഒരു അബോധപൂർണമായ ഒരു മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ അബോധപൂർവമല്ല. മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബോധപൂർണമാണ്. നമ്മൾ അറിയും, ബോധപൂർവം ഇരുന്ന് ഓരോന്നിനെയും അറിയും. ഇപ്പൊ കുണ്ഡലിനി ക്രിയ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഊർജക്രിയ പ്രാണായാമം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ വശിക്രിയ പ്രാണായാമം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ഓരോന്നും അറിയും. ബ്രീത്ത് കയറുന്നതിനെ അറിയുന്നു, ബ്രീത്ത് പോകുന്നതിനെ അറിയുന്നു. ശിവപ്രാണക്രിയ ചെയ്യുന്നവർക്കറിയാം, പഞ്ചാക്ഷരി കയറുന്നത് അറിയുന്നു, പഞ്ചാക്ഷരി പോകുന്നത് അറിയുന്നു. ഓം മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം, ഓം മന്ത്രത്തിന്റെ ധ്വനി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു, നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ബോധപൂർവമാണ് നമ്മൾ ഇരിക്കുന്നത്. ഉറക്കം ബോധപൂർവമല്ല, ഉറക്കം അബോധപൂർവം. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എവിടെയാണ് ഉറങ്ങുന്നതെന്ന് പോലും നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ടു, അല്ലെ? ഈ ലോകവുമായിട്ടുള്ള കണക്ഷൻ പോയി. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും എനർജി, പ്രാണിക് എനർജി ഉള്ളിലേക്ക് മാറും. അതായത് ഇത് നമ്മളുടെ ശരീരം ബോധപൂർവം എടുക്കുന്ന ഒരു റിലാക്സേഷൻ ആണ്. 2 ദിവസം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മളുടെ ചിന്തകളും പ്രവൃത്തിയും ശരീരത്തിന്റെ എനർജിയും ഒക്കെ ലോസ്റ്റ് ആകും, അല്ലെ? പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ നമ്മൾ നേരിടും. എന്താണ് ഉറക്കത്തിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ ബ്രെയിൻ റീചാർജ് ചെയ്യുന്നു. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. 5.5-6 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ശിരസിന് റീചാർജ് ചെയ്യാൻ കഴിയും. അതിന് റിലാക്സ് ആയി അടുത്ത ദിവസത്തേക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജിയെ, പ്രാണിക് എനർജിയെ ആ ബ്രെയിനിന് സ്വീകരിക്കാൻ കഴിയും. 5.5-6 മണിക്കൂർ കൊണ്ട് ഈ ബാറ്ററി റീചാർജ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ 16-18 മണിക്കൂർ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന, കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും കൈകളും കാലുകളും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ മിനിമം 5 മണിക്കൂർ 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. എന്നെങ്കിലേ നിങ്ങളുടെ ഈ റീചാർജിങ് ബാറ്ററി ബ്രെയിനിന് അതിന്റെ റീചാർജിങ് പ്രോസസ്സ് പൂർണ്ണമാക്കാൻ കഴിയും. എന്നാൽ ധ്യാനം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കുറച്ചു കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെയുള്ള അനേകം ധ്യാനയോഗികളെ നമുക്ക് കാണാൻ കഴിയും. അനേകം പേരുണ്ട്. അവരൊക്കെ ഉറങ്ങുന്നത് വളരെ വിരളമാണ്. ചിലപ്പോൾ അവർ ഉറങ്ങുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെയാണ് ഉറങ്ങുന്നത്. കാരണം അവരുടെ ധ്യാനത്തിലൂടെ അബോധപൂർണമായി ചെയ്യുന്ന റീചാർജിങ് പ്രോസസ്സ് അവർക്ക് ബോധപൂർവം ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മളുടെ ചില സാധകന്മാര് ഈ കുണ്ഡലിനി ക്രിയയൊക്കെ ആദ്യം ചെയ്തിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കും, സാർ ഞാൻ കൃത്യം 3 മണി കഴിയുമ്പോൾ ചാടി എഴുന്നേൽക്കും. എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് പിന്നീട് ഉറങ്ങാൻ തോന്നുന്നില്ല. പല സാധകന്മാരും അയക്കുന്ന ഒരു മെസ്സേജാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സാധനയൊക്കെ പുതുതായിട്ട് പഠിച്ചു തുടങ്ങി ഒരാഴ്ച, ഒരു 7 ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പലരും അയക്കുന്ന മെസ്സേജാണ്, ഞാൻ 3-3:30 എന്റെ ബോഡി തനിയെ എഴുന്നേൽക്കും. എനിക്ക് സാധന ചെയ്യണമെന്ന ഒരു ഉൾവിളിയോട് കൂടിയാണ് എഴുന്നേൽക്കുന്നത്. നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കുന്ന അനുഭവമാണ്. കാരണം ഏതാണ്ട് നമ്മളുടെ ഇന്ത്യൻ സമയം അനുസരിച്ച് 3:20-നും 3:45-നും ഇടയിലുള്ള സമയം, 3:20 കൃത്യം പറഞ്ഞാൽ 3:40 വരെയുള്ള സമയം വളരെയധികം എനർജി ഫ്ലോ നമ്മളുടെ ശിരസിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതായത് ധ്യാനത്തിന് പറ്റിയ ഏറ്റവും പീക്കായ പ്രാണിക് എനർജി അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. പിന്നീട് ബ്രഹ്മമുഹൂർത്തം, പിന്നീട് അതിങ്ങനെ കുറഞ്ഞ് രാവിലെ 6 മണി വരെയുള്ള സമയത്തുണ്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയം, ബ്രാഹ്മമുഹൂർത്ത സമയം എന്ന് പറയും. അതായത് പ്രപഞ്ചത്തിലെ ഊർജ്ജവിധാനം വളരെയധികം ആക്റ്റീവായിരിക്കും. പ്രാണിക് സർക്കുലേഷൻ പ്രപഞ്ചത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ബോഡിയിൽ പ്രാണന്റെ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. ഈ സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. 3, 3:30, 4, 4:30, 5, 5:30, 6 മണി വരെയൊക്കെയുള്ള സമയം, 3-3:30 മണിക്കൂറൊക്കെ വളരെ നല്ല സമയമാണ് ധ്യാനത്തിന്. അപ്പൊ ധ്യാനം ചെയ്യാൻ പോകുന്ന ഒരു യോഗി അല്ലെങ്കിൽ ധ്യാനിക്കുന്ന നിങ്ങൾ
ആദ്യമായി ചെയ്യേണ്ടത് ജീവിതത്തിന് അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ഉണ്ടാക്കണം. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ എഴുന്നേൽക്കണം. 3:30, 4, 4:30, 5, മാക്സിമം 5:30ക്കുള്ളിലെങ്കിലും നിങ്ങൾക്ക് സൂര്യോദയത്തിന് അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ധ്യാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഈ രീതിയിൽ ഒന്നാമത് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് ചെയ്യേണ്ട കാര്യമല്ല ധ്യാനം എന്ന് പറയുന്നത്. സരസ്വതി യാമത്തിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യേണ്ട ക്രിയയാണ് ധ്യാനം. അപ്പൊ നിങ്ങളുടെ മസ്തിഷ്കം 6, 7, 8 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി അത് വളരെ റിലാക്സ് ആയി ശരിയായ പ്രാണിക് ഊർജം നിങ്ങളുടെ മെഡുല്ല, നമ്മളുടെ ശരീരത്തിലെ യോഗ ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലെ റീചാർജിങ് ബാറ്ററിയാണ് മെഡുല്ല. സാധാരണക്കാരനായ ധ്യാനം ചെയ്യാത്ത ഏതൊരു മനുഷ്യരിലും പ്രാണനെ സംഭരിച്ചു വെക്കുന്ന കേന്ദ്രം മെഡുല്ലയാണ്. എന്നാൽ ധ്യാനം ചെയ്യുന്ന ഒരു യോഗിയിൽ മെഡുല്ല മാത്രമല്ല, താഴേക്കുള്ള 6 എനർജി സെന്ററുകളും ഷഠാധാര ചക്രങ്ങളും ഓപ്പൺ ആയി. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കുണ്ഡലിനി ശക്തി അല്ലെങ്കിൽ 6 ചക്രങ്ങൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇത് ആക്റ്റീവ് ആകും. അതായത് കൂമ്പിയിരിക്കുന്ന താമര മുട്ട് പോലെയാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് കൂമ്പിയിരിക്കുന്ന താമര മുട്ടുകൾ. മനുഷ്യരുടെ എല്ലാ ഉള്ളിലും ചക്രങ്ങളുണ്ട്, ഈ എനർജി സെന്ററുകളുണ്ട്. പക്ഷെ ഇത് കൂമ്പി അടഞ്ഞിരിക്കുകയാണ്. അല്ലെ, സൂര്യനെ കാണുമ്പോൾ ആര് വിരിയും? താമര വിരിയും. എന്നതുപോലെ നിങ്ങളുടെ ഇടാ പിംഗല നാടികളിലൂടെ പ്രാണനാകുന്ന എനർജി, പ്രാണനാകുന്ന ശക്തി മുകളിലേക്കും താഴേക്കും ഒഴുകാൻ തുടങ്ങുമ്പോൾ ചക്രതലങ്ങൾ വിടരാൻ തുടങ്ങും. അതായത് ചക്രാസ് ഓപ്പൺ ആകാൻ തുടങ്ങുന്നതാണ്. അപ്പൊ കൂടുതൽ പ്രാണ ഊർജത്തെ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും. സർ ഐസക് ന്യൂട്ടനെ പോലെ, തോമസ് ആൽവ എഡിസനെ പോലെ ലോക പ്രശസ്തരായ ശാസ്ത്രകാരന്മാരുടെയൊക്കെ IQ ലെവൽ, അല്ലെ, ഓരോ മനുഷ്യനും IQ ലെവൽ വളരെ പീക്കായിരുന്നു, വളരെ ഉയർന്ന തലത്തിലായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റിയുടെ ഒരു 5% താഴെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 5% മാത്രം താഴെ. വളരെ ലോക പ്രശസ്തരായ തരത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ IQ ലെവൽ അതിന് മേലെയാണ്. ഒരു 10-15% ഒക്കെ വരുമെന്ന് പറയുന്നു. ആ റേഷ്യോക്ക് വ്യത്യാസമുണ്ട് പലരും പറയുന്നതിന്. ഇപ്പൊ നിങ്ങൾ പ്രജ്ഞാനന്ദ എന്ന് വിളിക്കുന്ന നമ്മളുടെ ഭാരതീയനായ ഒരു ചെസ് ചാമ്പ്യൻ കിട്ടും പ്രജ്ഞാനന്ദ. പ്രജ്ഞാനന്ദയുടെയൊക്കെ IQ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായ IQ ലെവൽ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഭാരതത്തില് ചതുരംഗ പലകയിൽ, ചെസ് കളിയിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരാളെന്നുണ്ട് പ്രജ്ഞാനന്ദ. നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾ, നന്നായിട്ട് യോഗ ധ്യാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതേപോലെ മനുഷ്യന് നമ്മളുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ, അനന്തമായ ശക്തിവിശേഷങ്ങൾ ഉണ്ട്. അപ്പൊ യഥാർത്ഥമായ ധ്യാനം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശക്തിവിശേഷങ്ങളെ നമുക്ക് ഉയർത്താൻ കഴിയും. ഉറക്കത്തിൽ അബോധപൂർണമായി നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിക്കുന്ന എനർജിയെ, വളരെ കുറഞ്ഞ എനർജിയെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ ബോധപൂർവം നിങ്ങളുടെ 6 എനർജി സെന്ററുകൾ കൊണ്ടും സ്വീകരിക്കാൻ കഴിയും. അതിന്റെ ഗുണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശേഷി വികസിക്കും. ഈ പറയുന്ന 5% താഴെ മാത്രം പ്രവർത്തിക്കുന്ന ബ്രെയിനെ 10, 15, 20, 25% നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. പിന്നീട് അത് 30, 40, 50% ഒക്കെ ആയി മാറും. മനുഷ്യബുദ്ധി ഒരു 10, 15 ഇടയിലാണ് പ്രവർത്തിക്കുക. ഋഷിബുദ്ധി ഒരു 80, 100 ഇടയിൽ പ്രവർത്തിക്കുമെന്നാണ് പറയുക. അപ്പൊ നമ്മൾ ആര്യഭടനെ പോലെ, വാഗ്ഭടനെ പോലെ, സുശ്രുതനെ പോലെ, കണാദ മഹർഷിയെ പോലെ, അഗസ്ത്യനെ പോലെ, ഭോഗനാഥനെ പോലെ, വിശ്വാമിത്രനെ പോലെയൊക്കെയുള്ള നമ്മളെ മഹാഋഷികളുടെ ആ ഒരു മനീഷ, ആ ഒരു ബോധം ഒരു 80, 100% ഒക്കെ എങ്ങനെയാണ് ഇവർക്കത് സാധിച്ചത്? ധ്യാനത്തിലൂടെ, നിതാന്തമായ നിരന്തരമായ ശ്രദ്ധാപൂർണമായ ധ്യാനത്തിലൂടെ. ധ്യാനം കേവലം നിങ്ങളെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്ക് മാത്രമല്ല. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്നു, നമ്മുടെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുന്ന പലതരത്തിലുള്ള നമുക്ക് പോസിറ്റീവായ ഉണർവുണ്ടാക്കുന്ന തരംഗങ്ങളെ, അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ എന്നൊക്കെ പറയും. അതിന് പല ലെവലുകൾ പറയാം. അതിലേറ്റവും പീക്കായ നമ്മളുടെ ബ്രെയിനിന് പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന ഈ തരംഗങ്ങളെ നിങ്ങളുടെ തലച്ചോറിൽ സൃഷ്ടിക്കാനായിട്ട് ധ്യാനത്തിന് സാധിക്കും എന്ന് അത്യന്താധുനിക ശാസ്ത്രം പോലും കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ഹോർമോൺ വ്യതിയാനങ്ങൾക്കും ധ്യാനം ഉത്തമ ഔഷധമായിട്ട് ആധുനിക
ലോകം പറയുന്നു, ശാസ്ത്രലോകം പറയുന്നു. നമ്മളുടെ തന്നെ അനേക അനുഭവങ്ങളുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിമെൻഷ്യ എന്ന് വിളിക്കുന്ന ഒരു രോഗമുണ്ട്. ഡിമെൻഷ്യ, സ്മൃതിനാശം. അൽഷിമേഴ്സിന്റെ ഒരു താഴത്ത് നിൽക്കുന്ന ആളാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യയുടെ ലെവൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അൽഷിമേഴ്സിന്റെ, ഇതെല്ലാം സ്മൃതിനാശമാണ്, ഓർമ്മ തലച്ചോറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് യഥാർത്ഥത്തിൽ മരുന്നില്ല. ഡിമെൻഷ്യ എന്ന് പറയുന്ന കാര്യത്തിന്, അല്ലെങ്കിൽ അൽഷിമേഴ്സിനൊന്നും മരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന വിവിധ കേസുകളുണ്ട്. അപ്പൊ അതിൽ ഡോക്ടേഴ്സ് പോലും, ഇന്നത്തെ ആധുനികകാല അലോപ്പതി ഡോക്ടേഴ്സും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ പറയുന്നത് നിങ്ങൾ മരുന്നിനൊപ്പം തന്നെ, മരുന്ന് ഉപേക്ഷിക്കാനല്ല, മരുന്നിനൊപ്പം തന്നെ നിങ്ങൾ ധ്യാനം ചെയ്യണം, പ്രാണായാമം ചെയ്യണം, യോഗക്രിയകൾ ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഓർമ്മക്കുറവ്, മറവി, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയിരിക്കുന്ന വിവിധങ്ങളായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ധ്യാനം കൊണ്ട് സാധിക്കും. അനേക അനുഭവങ്ങളുണ്ട്. അൽഷിമേഴ്സ് മാത്രമല്ല, നമ്മൾ നേരിടുന്ന ജീവിതശൈലി രോഗങ്ങൾ. ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വളരെയധികം കൂടുതലാണ്, അല്ലെ? പ്രഷർ ഇല്ലാത്തവരില്ല, ഷുഗർ ഇല്ലാത്തവരില്ല, കൊളസ്ട്രോൾ ഇല്ലാത്തവരില്ല. അങ്ങനെ ശരീരത്തിന്റെ ബാഹ്യാന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ, വിഷമതകൾ. അതുകൊണ്ട് നമ്മൾ നേരിടുന്ന ദുഃഖം, ശാരീരികമായ ദുഃഖം. ധാരാളം പണമുണ്ട്, കാറും ആഡംബര ബംഗ്ലാവുമുണ്ട്, പക്ഷെ ശരീരം എന്നും രോഗഗ്രസ്തമാണ്. ജീവിതം സുഖകരമാകും ഇല്ല. നിങ്ങൾക്ക് ധാരാളം പണമുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ടെൻസഡാണ്. ജീവിതത്തിന് സുഖമുണ്ടാകും ഇല്ല. ജീവിത സുഖം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതോ ബംഗ്ലാവ് വയ്ക്കുന്നതോ അല്ല. അതൊക്കെ വേണം, അതൊന്നും വേണ്ട എന്നുള്ളതല്ല. മനഃശാന്തിയാണ് ഏറ്റവും വലിയ സുഖം, അല്ലെ? ശരീരം സുഖകരമായിരിക്കണം, മനസ്സ് ശാന്തമായിരിക്കണം. ശാരീരിക സുഖവും മാനസിക സുഖവും, ഇത് രണ്ടുമില്ലാതെ എന്തുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല. ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ശരിയായ ധ്യാനത്തിലൂടെ കഴിയും. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ, ഇപ്പൊ ഇന്ന് നമ്മൾ പല ക്ലാസ്സുകളിലും പറയാനുള്ള കാര്യമാണ്, ഷുഗർ, ഡയബറ്റിക് പേഷ്യൻസിന്റെ അളവ് വളരെയധികം ലോകത്ത് കൂടുതലാണ്. അതിൽ തന്നെ നമ്മളുടെ രാജ്യം ഇന്ത്യ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു. കേരളത്തിലും ഡയബറ്റിക് പേഷ്യൻസ് വളരെയധികം കൂടുതലാണ്, അല്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ആഹാര രീതി, വ്യായാമരാഹിത്യം, പാരമ്പര്യം, പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഘടകമായി വരാറുണ്ട്. അമിതമായ ടെൻഷൻ. ഇന്ന് ഇപ്പൊ IT മേഖലകളുള്ളവരൊക്കെ ധാരാളം പേർക്ക് വളരെ പണ്ടൊക്കെ ഒരു 50 വയസ്സിനൊക്കെ വന്നിരുന്ന ഈ ഒരു ഡയബറ്റിക് എന്ന വിഷയം ഇന്ന് 20, 25, 30 വയസ്സൊക്കെ ആകുമ്പോൾ ആൾക്കാരുണ്ടാകും. ആഹാര രീതി, വ്യായാമരാഹിത്യം, അമിതമായിരിക്കുന്ന ടെൻഷൻ, തെറ്റായ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ഡയബറ്റിക് ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ, BP പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആഹാരവും ജീവിത രീതിയും ചിന്താഗതികളും ഒക്കെ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്, അല്ലെ? മനോജന്യ ശാരീരിക രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്, സൈക്കോ സോമാറ്റിക് ഡിസീസസ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ? നമുക്ക് മനസ്സിന് ശാന്തിയില്ലാത്തത്, അല്ലെങ്കിൽ ശരീരം രോഗഗ്രസ്തമാകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റാൻ കഴിയും? അതാണ് ചിട്ടയായൊരു ജീവിതം, നിഷ്ഠയായൊരു ജീവിതം, ശാന്തമായൊരു ജീവിതം, സന്തോഷപൂർണമായൊരു ജീവിതം, ആരോഗ്യകരമായൊരു ജീവിതം കെട്ടിപ്പടുക്കണം. അതിനെന്ത് വേണം? ദിനചര്യ വേണം, നിഷ്ഠ വേണം. യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വരുന്ന ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ മാസത്തിലാണ് നമ്മൾ ഇതിനെപ്പറ്റി, ധ്യാനത്തിന്റെ, യോഗയുടെ പ്രസക്തിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്. ലോകം മുഴുവൻ ഇന്ന് യോഗയുടെ പുറകെയാണ്, അല്ലെ? 21-ാം തീയതി നിങ്ങൾ നോക്കിക്കോളൂ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാതി, മത, വർഗ, വ്യത്യാസമന്യേ സകല മനുഷ്യരും യോഗ ചെയ്യുന്നത് കാണാം. യോഗ ഒരു ഹോളിസ്റ്റിക് മെഡിസിൻ ആണ്. ഏതെങ്കിലും മരുന്ന് കൊടുത്തുകൊണ്ടല്ല യോഗയും ധ്യാനവും നിങ്ങളുടെ രോഗം മാറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിലെ പ്രാണിക് എനർജിയെ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് അത് നിങ്ങളെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും കരുത്തുള്ളവരാക്കി മാറ്റുന്നത്. യോഗയുടെ ഭാഗമാണ് ധ്യാനം എന്ന് വിളിക്കുന്ന വിദ്യ. അപ്പൊ ഒരു ധ്യാനയോഗിക്ക് ഒന്നാമത് വേണ്ട ക്വാളിറ്റി കൃത്യനിഷ്ഠയും ദിനചര്യയുമാണ്. ആ കൃത്യനിഷ്ഠയും ദിനചര്യയും ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി നമുക്ക് ഉണ്ടായി എന്ന് പറയാം. രാവിലെ എഴുന്നേറ്റ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്, നിങ്ങൾ പഠിച്ച യോഗയോ തന്ത്രമോ ധ്യാനമോ ഏത് ഗുരുവിൽ നിന്ന്, ഏത് ആചാര്യയിൽ നിന്ന് പഠിച്ച ഏത് വിദ്യയുമാവട്ടെ, കൃത്യമായി അനുഷ്ഠിക്കുക. ആ സമയത്ത് നമ്മൾ ശരിയായി നമ്മൾ വിനിയോഗിക്കണം. നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൂടെ നമ്മൾക്ക് ഏകാഗ്രതാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും,
നമ്മൾ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളെയും പാരമ്പര്യ രോഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയും. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് ഇത് നാലും ചേരുന്നതാണ് മനുഷ്യൻ. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ബുദ്ധി ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പല വിഷമതകൾ ജീവിതത്തില്, നമ്മുടെ യഥാർത്ഥ ശക്തി ചൈതന്യത്തെ, ഈശ്വരനെ, നമ്മുടെ ഉള്ളിൽ കോടാനുകോടി സൂര്യപ്രഭയോടെ വിളങ്ങുന്ന പരമശിവനെ, പരമശിവ ബോധത്തെ, ചൈതന്യത്തെ നമ്മൾ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ. ഇതിനെല്ലാത്തിനുമുള്ള ഉത്തമ പരിഹാരമാണ് ധ്യാനം. ധ്യാനം 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 എന്ന് പറയും. അഷ്ടാംഗ യോഗ കാരകനായ മഹർഷി പതഞ്ജലി ധ്യാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 7ാം പടിയായിട്ട് അഷ്ടാംഗ യോഗത്തിൽ ധ്യാനത്തെ പറ്റി പറയും. ധ്യാനം നമ്മുടെ യഥാർത്ഥ സത്തയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ധ്യാനം നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ആനന്ദത്തെ കണ്ടെത്തുന്ന വിദ്യയാണ്. ധ്യാനം ലളിതം. ഒരു കല്ലെടുത്ത് പൊക്കുന്ന അത്രയും ഭാരമൊന്നും ധ്യാനം ചെയ്യാൻ വേണ്ട. എവിടെയെങ്കിലും സുഖകരമായിരുന്ന് ചെയ്യുന്ന ലളിതമായ ഒരു പ്രോസസ്സാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ സൂര്യ നമസ്കാരം ചെയ്യണമെങ്കിൽ, ശീർഷാസനം ചെയ്യണമെങ്കിലൊക്കെ നമ്മുടെ ശരീരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളയ്ക്കണം. ഇത് ആർക്കും ചെയ്യാം. ആബാലവൃദ്ധം ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ക്രിയയാണ് ധ്യാനക്രിയ എന്ന് പറയുന്നത്. ധ്യാനം ആഴങ്ങളിലേക്ക്, അഗാധതയിലേക്ക്, നിങ്ങളുടെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഹുവാമൈ, ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്ന വിദ്യയാണ് ധ്യാനം. നമ്മളുടെ ശിവകുണ്ഡലിനി ക്രിയാ ധ്യാനം എന്ന് വിളിക്കുന്ന പദ്ധതി 10,000-കണക്കിന് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു 200-ഓളം ആൾക്കാരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം. ഇത് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്തോ ഒരു പോസിറ്റീവായിരിക്കുന്ന മാറ്റം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ എന്നെ ഈ ഇടയ്ക്ക് അത്ഭുതപ്പെടുത്തിയ, അത്ഭുതമല്ല എങ്കിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായൊരു കാര്യമുണ്ട്. ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇതായിരുന്നു: സാർ, ഞാൻ ശിവകുണ്ഡലിനി ക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 ദിവസത്തോളമായി. എനിക്കൊരു ദുശീലമുണ്ടായിരുന്നു. മദ്യപാനം എന്നുള്ളത് എൻ്റെ ഒരു ദുശീലമാണ്. ഇതെങ്ങനെ മാറ്റാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ക്രിയ ചെയ്യാൻ തോന്നിയത്. പക്ഷേ 10 ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്ത് 10ാം ദിവസമായി ഇന്ന്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മദ്യപിക്കണം എന്ന ടെൻഡൻസി ഉണ്ടാകുന്നില്ല. എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോഴല്ലേ മദ്യപിക്കുന്നത്. ഇത് തന്നെ ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നു സ്മോക്കിംഗ് നിർത്താനായിട്ട്, അല്ലെ? നമ്മൾ സ്മോക്കിങ്ങിലൂടെ നമ്മളുടെ നിക്കോട്ടിന്റെ ഒരു ഇതാണ് ബോഡിയിൽ ഉണ്ടാവുക നമുക്കറിയാം. ഒരാള് സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ, സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റവനും ടെൻഡൻസി ഉണ്ടാകും, ഇനിയും വലിക്കണമല്ലോ. ഇനി അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ബ്രെയിൻ ആവശ്യപ്പെടും, അല്ലെ? നിക്കോട്ടിന്റെ ഇതിന് വേണ്ടിയത് ആവശ്യപ്പെടാറുണ്ട്. ഈ മയക്കുമരുന്നും LSD മദ്യപാനത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾക്ക്, നമ്മളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾക്ക് വേണ്ടിയാണ് ബ്രെയിൻ കൊതിക്കുന്നത്. അപ്പൊ എന്താണിത്? ഇതിൽ അത്ഭുതമില്ല യഥാർത്ഥം. കാരണം ഇദ്ദേഹം 10 ദിവസത്തോളം നിരന്തരമായി ഈ ക്രിയ അനുഷ്ഠിക്കുക വഴി അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ, അദ്ദേഹത്തിന്റെ ന്യൂറോ സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി. അതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമല്ല. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക്, അഗാധതയിലേക്ക്, ശാന്തിയിലേക്ക്, സന്തോഷത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ സിസ്റ്റം തന്നെ തീരുമാനിച്ചു, എനിക്ക് മദ്യത്തിന്റെ ആവശ്യമില്ല. ഇത് സിഗരറ്റ് വലിക്കുന്നവരും മറ്റു പല ദുശീലങ്ങളും ഉള്ളവരൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഉള്ളിലെ കഴിവ് തന്നെ. നാം വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്തതായി ഒരു ദുശീലവുമില്ല. നാം വിചാരിച്ചാൽ ആർജിക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. ദുശീലങ്ങളെ മാറ്റാനും എല്ലാ സദ്ഗുണങ്ങളെയും ആർജിക്കാനും ധ്യാനം നമ്മളെ പര്യാപ്തമാകും. നമ്മളൊരു ധ്യാനം ചെയ്യുമ്പോൾ അത് ശരീരതലത്തെ വളരെ സയന്റിഫിക്കലി സ്വാധീനിക്കും, അല്ലെ? ശരീരം എന്ന് പറയുമ്പോൾ അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന ഔട്ടർ ബോഡി, ബാഹ്യ ശരീരം. ഈ ചെവിയും മൂക്കും കണ്ണുകളും കൈകളും കാലുകളും ഒക്കെയുള്ള ബാഹ്യ ശരീരമാണ് അതിന്റെ ഒരു പുറം, അല്ലെ? ബാഹ്യമായിട്ടുള്ള ശരീരം. ഇനി നമുക്കൊരു ആന്തരിക ശരീരമുണ്ട്. നമ്മളുടെ ബ്രെയിൻ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മളുടെ സ്പ്ലീൻ, അങ്ങനെ അതെല്ലാം, രക്തം, രക്തക്കുഴലുകൾക്കുള്ള ഭാഗങ്ങൾ, അങ്ങനെ ആന്തരികമായൊരു ശരീരഘടനയുണ്ട്. ന്യൂറോ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? പലതരത്തിലുള്ള ഹോർമോണുകൾ നമ്മളുടെ ബോഡിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും
പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ച് പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് നമ്മളുടെ ബോഡിയിൽ, നമ്മളുടെ ബ്ലഡിൽ, നമ്മളുടെ ന്യൂറോ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്ന് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ടോക്സിൻസ് രൂപപ്പെടും. നിങ്ങൾ നന്നായിട്ടൊന്ന് ചിരിക്കുമ്പോൾ, പുഞ്ചിരിക്കുമ്പോൾ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഹാപ്പിനെസ് ഹോർമോണുകൾ നിങ്ങളുടെ ബോഡിയിൽ ഉത്പാദിപ്പിക്കപ്പെടും. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഹാപ്പിനെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും. അമിതമായ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള പല ബാഡ് എഫക്ട്സും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പൊ മനഃശാന്തിയാണ് ഏറ്റവും വലിയൊരു ഔഷധം. നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പ്രാണായാമങ്ങളും ഊർജ ക്രിയാ പ്രാണായാമങ്ങളും ഓം ധ്യാന വിദ്യയും പഞ്ചാക്ഷരി ധ്യാന വിദ്യയും വശിക്രിയ വിദ്യകളും ഒക്കെ ഉണ്ട്. ഓരോ സ്റ്റെപ്പുകളിലേക്ക് പോകുമ്പോൾ, ഓരോ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ 1 മുതൽ 8 വരെ ഘട്ടങ്ങളുണ്ട്. ഇപ്പോ 2ഉം 3ഉം 4ഉം 8ഉം ഒക്കെ എത്തിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇവർക്കെല്ലാം പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മരണശേഷം നമ്മൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ നമുക്കറിയില്ല. കുണ്ടലിനി ക്രിയ നിങ്ങൾ ആത്മാർത്ഥതയോടെ അനുഷ്ഠിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഈ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഊർജ്ജസ്വലത, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിന് ഉണ്ടാകുന്ന ഒരു ശാന്തത, ഒരു സന്തോഷം. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ മെസ്സേജ് അയച്ച ഒരു കാര്യമാണ്, അദ്ദേഹം ഒരിക്കലും ശാന്തമായിട്ട് ഇരുന്ന് ശീലിച്ചിട്ടില്ല. വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ്. ഒരു ബാങ്ക് മാനേജറാണ്. ഇതുകൊണ്ടോന്ന് അറിയില്ല, സത്യത്തിൽ ഞാൻ പേരും അറിയുന്നില്ല. അപ്പൊ വളരെ ടെൻസ്ഡ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോ 10-12 ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ 12 ദിവസമാണ് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ ഞാനൊന്ന് ശാന്തമായി ഇരിക്കുന്നത്. ഈ അരമണിക്കൂർ സമയം യഥാർത്ഥത്തിൽ ശാന്തി എന്താണ്, ശാന്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അല്ലെ, നമ്മളുടെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ മൗനമായിരിക്കാൻ മറന്നു പോകുന്നു. നമ്മൾ നമ്മളിലേക്ക് തിരിയാൻ നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ യഥാർത്ഥ ആനന്ദത്തിലേക്ക് തിരിയാൻ നമ്മൾ മറന്നു പോകുന്നു. ആ മറവിയാണ് നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉറക്കത്തിൽ അബോധപൂർവമായ ഒരു ശാന്തി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ധ്യാനത്തിലൂടെ അതിന്റെ 10,000 ഇരട്ടി പവറിൽ നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയും. ആ ഒരു ശാന്തി നമ്മളുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുകയും മനസ്സിനെ ശക്തമാക്കുകയും ശാന്തമാക്കുകയും ബുദ്ധിക്കുണർവ് നൽകുകയും ആത്യന്തികമായി നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ എനർജിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ധ്യാനമാണ് ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തിലെയും സന്തോഷഭരിതമാക്കുന്ന ഒരു വിദ്യ. നമ്മളീ പഠിക്കുന്ന കുണ്ടലിനി ക്രിയ എന്ന് വിളിക്കുന്നത് ലളിതമായ ധ്യാനക്രിയയാണ്. നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. നിങ്ങളിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്ന ടെക്നിക്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോ ധ്യാനത്തിൽ നമുക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ ഒന്നാമതായി വേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് ഒരു സിനിമയിൽ മോഹൻലാല് ശ്രീനിവാസനും ഒക്കെ ആയിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിനും സമയമുണ്ട്. നമ്മളൊരു നിശ്ചിത കാലയളവിൽ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അല്ലേ? നിശ്ചിത കാലയളവിലെ ഞാനും നിങ്ങളും ഉള്ളൂ. പല ക്ലാസ്സുകളിലും നമ്മൾ പറയാറുണ്ട്, ഒരു 80-100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇല്ല. നമ്മൾ പോകും. അതൊരു ദാറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ മരിച്ചു പോകും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. നിങ്ങൾ ഇവിടെ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളുടെ കാറോ ബംഗ്ലാവോ, പ്രിയപ്പെട്ട ഭാര്യയും പ്രിയപ്പെട്ട ഭർത്താവിനെയും പ്രിയപ്പെട്ട മക്കളെ ഒന്നും നിങ്ങൾക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. യാഥാർത്ഥ്യമാണ്. 2 ദിവസം നമ്മുടെ ബോഡി അവിടെ കിടന്നു കഴിഞ്ഞാൽ അവര് പോലും വെറുക്കും, അല്ലേ? അത് പുഴുവരിക്കും, അത് ചീഞ്ഞടിക്കും. അപ്പൊ ഈ ഒരു താൽക്കാലികമായ ജീവിതത്തിലാണ് നമ്മൾ പോകുന്നത്. 100 വർഷം കഴിഞ്ഞാൽ നമ്മളില്ല എന്ന് കരുതി നമ്മൾ ഈ ജീവിതത്തെ വേസ്റ്റ് ആക്കണം. വേണ്ട. ജീവിക്കുന്ന ഓരോ നിമിഷം ഊർജ്ജസ്വലതയോടെ, ശാന്തിയോടെ, ശക്തിയോടെ, സമാധാനത്തോടെ ജീവിക്കാനാണ് ഋഷികൾ പറയുന്നത്. അപ്പോ ഭൗതികമായ നേട്ടങ്ങൾ ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ നമുക്ക് എന്ത് കൊണ്ടുപോകാൻ കഴിയും? അത് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ശക്തിയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക. ജീവിതം കേവലം എങ്ങനെയെങ്കിലും തിന്ന് കുടിച്ച് രമിച്ച് മരിച്ചു പോകാനുള്ളതല്ല. അത് വേണം. നിങ്ങൾ ഭൗതിക ജീവിതത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ ഗൃഹസ്ഥന്മാരാണ്. ഇതൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ 16 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ടുള്ള 16 മണിക്കൂർ സമയം ഈ ലോകത്തിൽ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയായി ധ്യാനം മാറണം. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫ്രഷായി വന്ന്
ധ്യാനം ചെയ്യാനിരിക്കണം. അതും ബ്രഹ്മമുഹൂർത്ത സമയം. 3:30 എഴുന്നേക്കണമെന്നില്ല. 4, 4:30, 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലാത്തവർ ഇപ്പൊ ധാരാളം പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ധ്യാനക്രിയ ചെയ്യാൻ തുടങ്ങിയ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞാൽ ഞാൻ 6, 6:30 എഴുന്നേൽക്കുള്ളൂ. പക്ഷെ ഇത് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും. അവന്റെ മാറ്റം കണ്ട് വീട്ടിലുള്ള അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഇപ്പൊ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു എന്താണ് പറയുക, ഇതൊരു സുഗന്ധമാണ് ധ്യാനം എന്ന് പറയുന്നത്. ജീവിതത്തില് സദാ നിറയുന്ന ഒരു സുഗന്ധം. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത് എപ്പോൾ ചെയ്യണം എന്നുള്ളത്, ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളത്. ബ്രഹ്മമുഹൂർത്തം ഉപയോഗിക്കണം. രാവിലെ സാധിക്കാത്തവർക്ക് നൈറ്റ് ഷിഫ്റ്റോ ഡ്യൂട്ടിയോ ഒക്കെ ഉള്ളവർക്ക് അതല്ലാത്ത സമയങ്ങളിൽ ചെയ്യാം. അതല്ലാതെ നോർമലി പോകുന്നവരൊക്കെ അതിരാവിലെ തന്നെ ധ്യാനം ചെയ്യുക. ധ്യാനം ചെയ്യുമ്പോൾ പലരും നേരിടുന്ന ഒരു വിഷയമാണ് ശ്രദ്ധ കിട്ടുന്നില്ല. ധാരാളം പേര് പലപ്പോഴും ചോദിക്കാറ് എന്തുകൊണ്ടാണ് ശ്രദ്ധ കിട്ടാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മള് ടർബോ എന്ന സിനിമ കാണാനായിട്ട് എറണാകുളം സരിത തിയേറ്ററിൽ പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ടർബോ, അപ്പൊ അല്ലെ, മമ്മൂട്ടിയുടെ പുതിയൊരു സിനിമയാണ് ടർബോ, അല്ലെ, എന്നാണ് അതിന്റെ പേര്. അപ്പോ നിങ്ങൾ ഇരിക്കുന്ന തിയേറ്ററിൽ നിങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് ആൾക്കാർ ഇരിപ്പുണ്ട്. അവർ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ അവിടെയുള്ള ബിഗ് സ്ക്രീനിലേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളുടെ ചെവി കേന്ദ്രീകരിക്കുന്നതും അതിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മള് എറണാകുളം എം ജി റോഡിൽ കൂടി ആൾക്കാർ നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള വണ്ടിയും ഇതൊന്നും കാണില്ല. പലരും ഇത് നോക്കുന്നത് മൊബൈൽ ഫോണിലേക്കാണ്, അല്ലെ? താല്പര്യപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകൂ. എന്താണ്? താല്പര്യപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് മനസ്സ് ഏകാഗ്രമാകുന്നത്. ഒന്ന്, ധ്യാനത്തിന്റെ പറഞ്ഞത് ടൈം മാനേജ്മെന്റ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് താല്പര്യമാണ്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാനും നിങ്ങളും ഒക്കെ ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്, അല്ലേ? എന്നിട്ട് നമുക്ക് ഈ 10-200ഓളം പേർക്ക് ഈ സമയത്ത് ഇതിൽ പങ്കെടുക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ധ്യാനത്തെ പറ്റിയുള്ള ക്ലാസ് ആണ്. നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ടിപ്സ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ടൈം മാനേജ്മെന്റ് ചെയ്യുന്ന സമയം. രണ്ട്, താല്പര്യപൂർവം ചെയ്യണം. മടുപ്പോടെ ചെയ്യാനിരിക്കരുത്. അശ്രദ്ധമായി ചെയ്യരുത്. അലസമായി ചെയ്യരുത്. വഴിപാട് പോലെ ചെയ്യരുത്. തീർക്കാൻ വേണ്ടി ചെയ്യരുത്. എന്ത് വേണം? നല്ല താല്പര്യം വേണം. അപ്പോ താല്പര്യപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിലെ മനസ്സ് ഏകാഗ്രമാകും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബുക്ക് ഒരിക്കലും വായിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. ഇഷ്ടമില്ലാത്തൊരു ദൃശ്യം കണ്ണ് കാണില്ല, അവർ തിരിയും. ഇഷ്ടമില്ലാത്ത, ഇപ്പൊ നിങ്ങൾ വഴി കൂടി നടന്നു പോകുന്നു, കുറച്ചുപേര് ചീത്ത പറയും, നമ്മൾ അതിലേക്ക് നമ്മുടെ ഇത് പോവില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു സ്ഥലത്ത് കേൾക്കും, നമ്മൾ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകും. അപ്പൊ അഭിരുചി, താല്പര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ രാവിലെ പ്രാക്ടീസ് ചെയ്യാനിരിക്കുമ്പോൾ ഈ ക്രിയ എനിക്ക് ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ പുരോഗതി ഉണ്ടാകുമെന്നും ഈശ്വരാനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഉണ്ടാകുമെന്നും എനിക്ക് നല്ല ശക്തി നിറയുമെന്നുമുള്ള ആ ഒരു വിശ്വാസവും ഒപ്പം അത് ചെയ്യാനുള്ള താല്പര്യവും നമുക്ക് വേണം. താല്പര്യപൂർവം ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ് ശീലമാകുന്നത്. താല്പര്യമില്ലാതെ നിങ്ങൾ ധ്യാനം ചെയ്യാതിരുന്നാൽ യാതൊരു സംശയവുമില്ല, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ധ്യാനം നടത്തും. താല്പര്യപൂർവം ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ് ശീലമാകുന്നത്. ശീലമാണ് സ്വഭാവമാകുന്നത്. സ്വഭാവമാണ് വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. താല്പര്യപൂർവം ആവർത്തിക്കുന്നു. ശീലം സ്വഭാവമായി മാറുന്നു. സ്വഭാവം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. നമ്മൾ എല്ലാവരും താല്പര്യത്തോടു കൂടിയാണ് ശിവകുണ്ഡലിനി ക്രിയ പഠിക്കാൻ ചേർന്നത്, ആയുഷ്കനെ പരിശീലിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഇടയ്ക്ക് താല്പര്യം കുറയാൻ ഒരു കാരണം നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകുന്നതാണ്. ശ്രദ്ധ കൂട്ടാൻ എന്താ വഴി? ചെയ്യുന്ന ടെക്നിക്ക് എന്താണോ അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുക. ചെയ്യുന്ന ടെക്നിക്ക് എന്താണോ അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശിവകുണ്ഡലിനി ആയുഷ്കലയിലെ 1ാം പാദ പരിശീലനത്തിൽ ഊർജക്രിയ അല്ലെങ്കിൽ ഊർജ പ്രസരണ ക്രിയ പ്രാണായാമം 1 നിങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് കൈ ഇങ്ങനെ വെച്ചിട്ട് ബ്രീത്ത് മൂക്കിലൂടെ എടുക്കും, കൈവശങ്ങളിലേക്ക് കൊണ്ടുപോകും, വായിലൂടെ വിടും, കൈ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് ഊർജ പ്രസരണ ക്രിയാ പ്രാണായാമത്തിന്റെ അല്ലെങ്കിൽ ഊർജ ക്രിയാ പ്രാണായാമത്തിന്റെ രീതി. ഇത് നിങ്ങൾക്ക് താല്പര്യപൂർവ്വവും ചെയ്യാം, അശ്രദ്ധമായും ചെയ്യാം, അലസമായും ചെയ്യാം.
താല്പര്യപൂർവ്വം ശ്രദ്ധയോടെ ചെയ്യാം. എന്തെങ്കിലും വേണമെന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാം, വഴിപാട് പോലെ ചെയ്യാം. അങ്ങനെയല്ല. എങ്ങനെയാണ് ഇതിന് താല്പര്യം വരുത്തേണ്ടത്, ശ്രദ്ധ കൂട്ടേണ്ടത്? കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഈ ഒരു കൈകളുടെ സ്പർശാനുഭവം നിങ്ങൾ അറിയണം, ഓരോന്നും അറിയണം. ഒരു യോഗി സൂക്ഷ്മ ദൃക്കായിരിക്കണമെന്നാണ് പറയുക. ഓരോ ചലനങ്ങളും നമ്മൾ അറിയണം. നമ്മൾ സാധാരണ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുകയായിരിക്കും. നമ്മൾ എഴുതാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മളുടെ കണ്ണ് പേനയുടെ തുമ്പിലേക്ക് വരും, അക്ഷരങ്ങളിലേക്ക് വരും. നിങ്ങൾ വായിക്കാൻ പോവുകയാണ്, അവിടെ ഇവിടെയും നോക്കാതെ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ബുക്കിലേക്ക് വരും. നിങ്ങൾ ടി വി കാണുകയാണ്, ചുറ്റുമുള്ള മുറിയിലെ ഒരു വസ്തുക്കളും നിങ്ങൾ കാണില്ല, നിങ്ങൾ ടി വിയിലെ സ്ക്രീനിലേക്ക് വരും. എന്നാൽ മുറിയിൽ ഒരുപാട് സാധനമുണ്ട്, ടി വിയുടെ സൈഡിലും മുകളിലും വശത്തും ഒക്കെ ധാരാളം സാധനങ്ങൾ ഇരിപ്പുണ്ട്. കല്യാണ ഫോട്ടോ ഉണ്ട്, കൊച്ചിന്റെ ഫോട്ടോ ഉണ്ട്, ഫോൺ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? ടി വിയിലാണ്. അപ്പൊ പൂർണ്ണമായ കേന്ദ്രീകരണം ആവശ്യമാണ്. അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ പൂർണ്ണമായും ഇതിലേക്ക് ലയിക്കണം. കൈ ഇങ്ങനെ വെക്കുമ്പോൾ കൈകളുടെ സ്പർശനം നമ്മൾ അറിയും. ശ്വാസം മൂക്കിലൂടെ എടുക്കുമ്പോൾ മൂക്കിലൂടെ ശ്വാസം കയറുന്ന അനുഭവം, ടച്ച് ചെയ്ത് ഉള്ളിലേക്ക് പോകുന്ന അനുഭവം, അല്ലെങ്കിൽ മൂക്കിലൂടെ ശ്വാസം കയറുന്ന ആ ഒരു ശബ്ദം നമ്മൾ അറിയണം. കൈ വശത്തേക്ക് പോകുന്നത് നമ്മൾ അറിയണം. വായിലൂടെ വിടുമ്പോൾ അകാരയിൽ വായു നമ്മളുടെ തൊണ്ടയിൽ തട്ടി, പല്ലിൽ തട്ടി, നാവിൽ തട്ടി പുറത്തേക്ക് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയണം. ഓക്കെ, മനസ്സതിൻ്റെ അകത്ത് പൂർണ്ണമായും നമുക്കത് കേന്ദ്രീകരിക്കാൻ കഴിയണം. അപ്പൊ എന്ത് പ്രവർത്തനമാണോ, എന്ത് ക്രിയയാണോ ചെയ്യുന്നത്, അതിൽ പൂർണ്ണമായും ലയിക്കുക. ശ്രദ്ധ കൂട്ടാനുള്ള ഒരു വഴിയാണ്, താല്പര്യം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ്. ശ്രദ്ധയുണ്ടെങ്കിലേ താല്പര്യം ഉണ്ടാകും, താല്പര്യമുണ്ടെങ്കിലേ ശ്രദ്ധയും ഒരു പരസ്പര പൂരകങ്ങളാണ് ഇത്. അപ്പൊ ബ്രീത്ത് എടുക്കുമ്പോൾ ആ സൗണ്ടിനെ കേൾക്കുക, ഇല്ലെങ്കിൽ ആ അനുഭവത്തെ അറിയുക. നിങ്ങൾ നാദം, ഓംകാരമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ, ഒന്നാം ക്രിയ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ചെവി അടച്ചിട്ട് പ്രണവത്തെ ധ്യാനിക്കും, അല്ലെ? ഓം ഓം ചൊല്ലും. ബ്രീത്ത് എടുത്തിട്ട് അപ്പൊ ഓംകാരത്തിന്റെ നാദം ചെവി അടയ്ക്കുമ്പോൾ അത് ഉള്ളിൽ മുഴങ്ങും. അതിനെ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? പുഞ്ചിരിയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പുഞ്ചിരി ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. നിങ്ങൾ ബുദ്ധന്റെ ചിത്രങ്ങൾ കണ്ടു കാണും, അല്ലെ? ബുദ്ധൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ചിത്രമുണ്ടോ? ഇല്ല. ധ്യാനയോഗികളുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഒന്നല്ലെങ്കിൽ കണ്ണ് ഭൂമധ്യത്തിലേക്ക് വെച്ചോ, അടച്ചോ, വളരെ ശാന്തഭാവത്തിലാണ് അവരിയ്ക്കുക. അപ്പൊ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ ഫേസ് മസിൽസും റിലാക്സ് ആകും. അതിനനുസരിച്ച് പുഞ്ചിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും. ഇത് ഏകാഗ്രതാ ശക്തിയെ വർദ്ധിക്കും. ഒരു മടിപ്പോടെ ദേഷ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെ, നിങ്ങൾ ഒരാളുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് നമ്മൾ പറയും. മുഖഭാവങ്ങൾ കൊണ്ട്, അംഗചലനങ്ങൾ കൊണ്ട് ആശയവിനിമയം പോലും സാധ്യമാണ്. ഇപ്പൊ നമ്മൾ നൃത്തത്തിലും കഥകളിയിലും ഒക്കെ ഈ അംഗ ചലനങ്ങൾ വളരെ പ്രാധാന്യം, അല്ലെ? നമ്മൾ കണ്ണുകൊണ്ട് വേണ്ട എന്നൊക്കെ കാണിക്കാറില്ലേ, അടയാളങ്ങളൊക്കെ കാണിക്കുന്നത്. ഒരാളെ കൈകൊണ്ട് വിളിക്കാറുണ്ട്. ആംഗ്യങ്ങളിലൂടെയും അംഗചലനങ്ങളിലൂടെയും ആശയങ്ങളെ സംവേദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത്, നമ്മൾ ഏത് ക്രിയ ചെയ്യുമ്പോഴും ആ പറയുന്ന ടെക്നിക്കിനെ പൂർണ്ണമായത്, പ്രാണായാമമാണെങ്കിൽ ശ്വാസം കയറുന്ന അനുഭവം നമ്മൾ അറിയണം, ഇല്ലെങ്കിൽ ശ്വാസം കയറുന്ന ശബ്ദത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മന്ത്രങ്ങളാണ് ജപിക്കുന്നതെങ്കിൽ മന്ത്രം ഉള്ളിൽ മുഴങ്ങുന്നതോ പുറത്തു മുഴങ്ങുന്നതോ ആയ ശബ്ദത്തെ നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ അതിനുശേഷം ബോഡിയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ കേന്ദ്രീകരിക്കണം. ഇങ്ങനെ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ, ഇത്തരത്തിൽ താല്പര്യപൂർവം ചെയ്യുമ്പോൾ ആ ക്രിയ പൂർണ്ണമായും ഫലദായകമായി. അപ്പോ ശ്രദ്ധയോടെ ചെയ്യണം, താല്പര്യത്തോടെ ചെയ്യണം. ഒന്ന്, സമയനിഷ്ഠ വേണം, ദിനചര്യ വേണം. ശ്രദ്ധയോടെ ചെയ്യണം, താല്പര്യത്തോടെ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. വേഗം തീർക്കാൻ വേണ്ടി ചെയ്തിട്ട് കാര്യം, സമയം കൊടുത്തു. എന്തിനും അതിന്റെ സമയം വേണം. ഒരു കോഴിമുട്ട വെച്ചാൽ സ്വാഭാവികമായും ബിരിയാണി 21 ദിവസം വേണം, അല്ലെ? നമ്മളൊരു കശുവണ്ടി കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് മുള പൊട്ടി വരാൻ പ്രകൃതിക്ക് അതിന്റെ സമയം വേണം. നമ്മൾ ചെറുതായപ്പോ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, ഇപ്പൊ തന്നെ ഇവ വളർന്ന് 30 വയസ്സുകാരനാകണമെന്ന് നമ്മൾ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിന് 30 വർഷങ്ങൾ അവിടെ ആവശ്യമാണ്. എന്തിനും, ഈ പ്രപഞ്ചത്തിൽ എന്തിനും സമയം വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴും
അതിൻ്റെതായ സമയം കൊടുക്കണം. അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് പൂർണ്ണമായി സമർപ്പണത്തോടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഇതുണ്ടെങ്കിൽ ജ്ഞാനശേഷി നിങ്ങളുടെ ഉള്ളിൽ വികസിക്കും. അപ്പൊ ടൈം മാനേജ്മെന്റ് വേണം, അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ശ്രദ്ധാപൂർവം താല്പര്യത്തോടെ പ്രാക്ടീസുകൾ ചെയ്യും. അപ്പൊ പരിശീലനം ചെയ്യുന്ന പലർക്കും അനേക അനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ശിവകുണ്ടലിനി ക്രിയ ചെയ്യുന്ന സാധകര് അനേകം പേര് എനിക്ക് ഓഡിയോസ് അയക്കാറുണ്ട്. പലരും വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ നട്ടലിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മിടിപ്പ് ഫീൽ ചെയ്യും, ഒരു തുടിപ്പ് ഫീൽ ചെയ്യും. അപ്പൊ പലരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അനുഭവമാണ് ചീവീടുകളുടെ നാദം. പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുണ്ടലിനി ക്രിയയൊക്കെ ചെയ്ത് നമ്മുടെ പ്രാണൻ മൂലാധാരത്തിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ റൂട്ട് ചക്രയിൽ മൂലാധാര ചക്രത്തിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ, ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായി യോഗിമാർ അല്ലെങ്കിൽ യോഗിനിമാർ, യോഗം ചെയ്യുന്ന ആൾക്കാരാണ് യോഗികളും. പുരുഷനാണെങ്കിൽ യോഗി, സ്ത്രീയാണെങ്കിൽ യോഗിനി എന്ന് നമ്മൾ പറയും. പൊതുവേ യോഗി എന്ന് പറയും. കേൾക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്, ചില നാദങ്ങൾ. അപ്പൊ അതിൽ കോമൺ ആയിട്ട് കേൾക്കുന്ന നാദത്തിൽ ഒന്നാണ് എന്ത്? മുളങ്കാടുകളുടെ നാദം. എന്ന് വെച്ചാൽ ഒരു കാട്ടില് മുളകളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് എന്താണ് കാറ്റ് തിളകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പലർക്കും അനുഭവവേദ്യമാകാം. അതിന്റെ കാരണം ഇതാണ്, നിങ്ങളുടെ മൂലാധാരത്തിലുള്ള കുണ്ഡലിനി ശക്തിയുടെ അടിസ്ഥാന രൂപമായ പ്രാണൻ ആക്റ്റീവ് ആകാൻ തുടങ്ങി. അതാണ് കുണ്ഡലിനി മുകളിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ മുളങ്കാടുകളുടെ നാദം ചിലർ കേൾക്കും. ചിലർ കേൾക്കുന്ന ശബ്ദം വ്യത്യസ്തമാണ്. ഒരു നദി ഒഴുകുന്ന കളകളാരവം ഉള്ളിൽ കേൾക്കാറ്. ഇതും കുണ്ഡലിനി ശക്തി ആക്റ്റീവ് ആകുന്നതിന്റെ ലക്ഷണമാണ്. മറ്റു ചിലരുകൾ കേൾക്കുന്നതാണ് ചീവീടുകളുടെ നാദം. മുളങ്കാടിന്റെ നാദം പോലെ ചീവീടുകളുടെ ഈ ഇത് തുടങ്ങുന്നതിന് ശബ്ദം മുഴങ്ങുന്നത് പോലെ. അതായത് നിങ്ങളുടെ ഉള്ളില് പ്രാണൻ ആക്റ്റീവായി ഇടാ പിങ്കല നാടികളിലൂടെ ഊർദ്ധമുഖിയായി മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന നാദമാണിതെല്ലാം. മുളങ്കാടുകളുടെ നാദമാണെങ്കിലും ചീവീടുകളുടെ നാദമാണെങ്കിലും ജലമൊഴുകുന്ന നാദമാണെങ്കിലും ഒരു കടലിന്റെ ഇരമ്പുന്ന നാദമാണെങ്കിലും മണിനാദമാണെങ്കിലും ശംഖനാദമാണെങ്കിലും ഓംകാരനാദമാണെങ്കിലും ഇതൊക്കെ നമ്മുടെ കുണ്ഡലിനെ റൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, മൂലാധാരത്തിലെ ഡിവൈൻ പവർ ധ്യാനത്തിലൂടെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള നാദങ്ങൾ യോഗി ശ്രവിക്കും. നിങ്ങളിൽ അനേകം പേർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പല നാദങ്ങൾ നമുക്ക് ശ്രമിക്കാൻ തുടങ്ങും. അത് നല്ലൊരു ലക്ഷണമാണ്. ചിലർക്കുണ്ടാകുന്ന അനുഭവം എന്ന് വെച്ചാൽ ദൃശ്യങ്ങളാണ്. ഇപ്പോ പലരും ധ്യാനം ചെയ്തതിനു ശേഷം ചോദിക്കാറുണ്ട്, ഞാൻ ധ്യാനത്തിലിരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എവിടെയോ ആയിരുന്ന ചില ദൃശ്യങ്ങൾ ഉണ്ടായി. ചിലർ ഹിമാലയം കാണുന്നു, ചിലർ ചില ആശ്രമങ്ങളിൽ കഴിഞ്ഞതുപോലെ കാണുന്നു, ഒറ്റക്കിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചുറ്റും ആരോ വന്ന് നിൽക്കുന്നത് പോലെ ഗുരുക്കന്മാരുടെ ചില സാന്നിധ്യങ്ങൾ ചിലർക്ക് ഉണ്ടാകുന്നു. ചിലർ ധ്യാനശേഷം ഇരിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. ചിലരുടെ ഉള്ളിൽ ചില ലൈറ്റുകൾ മിന്നൽ പിണർ പോലെയോ അല്ലെങ്കിൽ അനേകം നക്ഷത്രങ്ങൾ ഒരുമിച്ച് മിന്നുന്നത് പോലെയോ സൂര്യന്റെ പ്രകാശം പോലെയോ ചന്ദ്രന്റെ പ്രകാശം പോലെയോ അങ്ങനെയുള്ള പ്രകാശ ദർശനങ്ങൾ യോഗിക്കുണ്ടാകുന്നു. നാദശ്രവണവും ഉണ്ടാകാം, പ്രകാശവും നമുക്ക് ധ്യാനത്തിൽ. ഇതെല്ലാം നമ്മളുടെ ഉയർച്ചയുടെ ലക്ഷണമാണ്. സാധാരണ ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ ബോഡിയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഈ ബോഡി നമുക്ക് വേണം. നടക്കണമെങ്കിലും അല്ലെ, ഒരു പാത്രം എടുക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ഒക്കെ ഈ ശരീരത്തെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിനേക്കാൾ പവർഫുള്ളായ ഒരു ശരീരം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ അറിയുന്നു. സ്ഥൂല ശരീരമാണ് ഈ ബോഡി, ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ഒരു 10,000 ഇരട്ടി പവറുള്ള മറ്റൊരു ശരീരം നമ്മുടെ ഉള്ളിൽ. അത് ആസ്ട്രൽ ബോഡി എന്ന് നമ്മൾ പറയും. സൂക്ഷ്മ ശരീരം എന്നാണ് പറയുന്നത്. ആസ്ട്രൽ ബോഡിയുടെ ദർശനം ഉണ്ടാകുന്നത് രണ്ട് സമയങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾ അഗാധമായ ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകാശ ദർശനങ്ങളും ശബ്ദങ്ങളും നിങ്ങളുടെ ആസ്ട്രൽ ബോഡിയിൽ നിന്ന് വരുന്നതാണ്. ആസ്ട്രൽ ബോഡിയുടെ ചിഹ്നങ്ങളാണ് അത്തരത്തിലുള്ള നാദങ്ങളും അതേപോലെയുള്ള പ്രകാശം. അപ്പോ അങ്ങനെ ധ്യാനത്തിലൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ നമുക്ക് ആസ്ട്രൽ ബോഡിയെ ദർശിക്കാൻ കഴിയും. എപ്പോൾ? നിങ്ങളുടെ തേർഡ് ഐ, ഈ 6ാം ഇന്ദ്രിയം, അതായത് മൂലാധാരത്തിലെ ശക്തി
സ്വാധിഷ്ഠാനം, മണിപൂരകം, മനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ വിശുദ്ധി കടന്ന ഈ ആജ്ഞ, ഇതാണ് കവാടം എന്ന് നമ്മൾ പറയും. സൂക്ഷ്മ ശരീരത്തിന്റെ കവാടമാണ് ഇത്. ഇതിനെ തേടൈ എന്നും ഉടസ്ഥ ചൈതന്യമെന്നും ശിവനേത്രമെന്നും ആജ്ഞാചക്രമെന്നും യോഗിമാരെ വിളിക്കും. അതായത് മൂലാധാരത്തിലെ ശക്തി മറ്റു ചക്രങ്ങളിലൂടെ കടന്ന് ആജ്ഞാചക്രത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു യോഗിയുടെ തേർഡ് ഐ ഓപ്പൺ ആകും. അതെങ്ങനെ എത്തിക്കും? അതിനാണ് നമ്മൾ ശിവകുണ്ഡലിനി ക്രിയാ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നൊരു കശുമാവ് നട്ടിട്ട് നാളെ തന്നെ മാങ്ങ കിട്ടണം, കശുവണ്ടി കിട്ടണം എന്ന് നമ്മള് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞതുപോലെ സമയമില്ല. എന്നതുപോലെ നമ്മൾ ഇന്ന് ധ്യാനം ചെയ്ത് നാളെ തേർഡ് ഐ ആക്ടിവേറ്റ് ആക്കണം എന്ന് വെച്ചാലും നടക്കില്ല. കാരണം ഈ 6 വാതിലുകൾ, ഈ 5 വാതിലുകൾ തുറന്നാലേ 6ാമത്തെ വാതിൽ ഓപ്പൺ ആകും. ഈ 6ാം വാതിൽ തുറന്നാലേ 7ാമത് സഹസ്രാര ഓപ്പൺ ആകും. ഇത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യം. ഈ വാതിൽ തുറക്കാത്തതിന് കാരണങ്ങളും ഒന്ന്, ഈ ജീവിതത്തിലെ നിങ്ങളുടെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത കാര്യം. നിങ്ങൾ സാധന, ആത്മീയ അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഇത് ഓപ്പൺ ആവില്ല. 2, നിങ്ങളുടെ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നിങ്ങൾ ആർജിച്ചു വെച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ 6 എനർജി സെന്ററുകളിലും ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു പിച്ചള കൊണ്ടുള്ള ഒരു പാത്രത്തില് കുറെ നാൾ നമ്മളിങ്ങനെ പുറത്ത് വെച്ചിരുന്നാൽ അതിൽ ക്ലാവ് പിടിക്കും, പച്ച കളറില് ക്ലാവ് പിടിക്കും. എന്നതുപോലെ നമ്മളെ ഈ 5+1 6 എനർജി സെന്ററുകളിൽ പൂർവ്വജന്മത്തിൻ്റെതായ കർമ്മങ്ങളുടെ സ്വാധീനം. ആ പൂർവ്വജന്മ കർമ്മങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും ഗ്രഹങ്ങള് സ്വാധീനം ചെലുത്തും. പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലം നമ്മളിലേക്ക് കൊണ്ടുതരുന്നത് ഗ്രഹങ്ങളാണ്. അപ്പൊ പൂർവ്വജന്മ കർമ്മങ്ങളുടെ സ്വാധീനം, അത് നമ്മളിലേക്ക് തിരിച്ചുവിടുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം, ഈ ജീവിതത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും സാധനയും ഇല്ലാത്ത ജീവിതം കൊണ്ട് ആണ് നമുക്ക് ആസ്ട്രൽ ബോഡി അറിയാൻ കഴിയാത്തതും നമ്മുടെ ഉള്ളിലെ ഡിവിനിറ്റി അറിയാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. അപ്പൊ ഈ ക്ലാവ് പിടിച്ച പാത്രത്തെ എങ്ങനെ നമുക്ക് ശുദ്ധമാക്കാൻ കഴിയും? ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മള് നല്ല ചകിരിയും ചാരവും ഒക്കെ, അല്ലെങ്കിൽ ഇന്നിപ്പോ ബിംബാറൊക്കെ ഉപയോഗിച്ച് പാത്രം കഴുകി കഴിഞ്ഞാൽ ഈ പാത്രം വെട്ടിത്തിളങ്ങും, അല്ലെ? പിച്ചള കൊണ്ടുള്ള പാത്രം വെട്ടിത്തിളങ്ങും. സാധനയാകുന്ന, നിത്യസാധനയാകുന്ന ജലം കൊണ്ട്, നിത്യസാധനയാകുന്ന സോപ്പ് കൊണ്ട് നന്നായി ഉരച്ചു കഴുകിയാൽ, അതായത് നിങ്ങളുടെ ചക്രങ്ങളിലൂടെ പ്രാണനെ മുകളിലേക്കും താഴേക്കും വിട്ടാൽ, ഉരച്ചു കഴുകിയാൽ ഈ ചക്രങ്ങൾ പ്യൂരിഫൈ ചെയ്യും. ജന്മജന്മാന്തരങ്ങളായി അതിലിരിക്കുന്ന ക്ലാവുകൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ വിതച്ചതാണ് ഈ ജന്മത്തിൽ കൊയ്യുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിൽ മനസാ വാച കർമ്മണ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ, നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ല ഫലം ഈ ഇതിലുണ്ടാവും. അപ്പൊ പലരും ചോദിക്കാറില്ല, ഈശ്വരൻ പക്ഷാഭേദിയല്ലേ? നിങ്ങൾ ചിന്തിച്ച് കാണില്ലേ, ഈ ഭൂമിയിൽ ജനിക്കുന്ന കുറെ പേര് കാശുകാരായിട്ട് ജീവിക്കുന്നു. ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും എനിക്ക് കാശുണ്ടാകുന്നില്ല. ഈശ്വരന്റെ പക്ഷാഭേദമില്ലേ? ഈ ഭൂമിയിൽ ജനിക്കുന്ന കുറെ കുട്ടികൾ അംഗപരിമിതരായിട്ട് ജനിക്കുന്നു, അല്ലെ? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാക്ക് ദിവ്യാംഗർ എന്നാണ്, അല്ലെ? വളരെ ജനിക്കുമ്പോഴേ തന്നെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോ സൊമാലിയ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ ജനിക്കപ്പെടുന്ന കുട്ടികളുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? ഈശ്വരൻ പക്ഷാഭേദം കാണിക്കുന്ന ആളല്ലേ? ഈശ്വരൻ ഒരിക്കലും പക്ഷാഭേദം കാണിക്കില്ല. അത് നമ്മളുടെ ധർമ്മശാസ്ത്രം പഠിക്കാത്തത് കൊണ്ട് പറയുന്നതാണ്. ഈശ്വരൻ കാരുണ്യത്തിന്റെ, കൃപയുടെ, സ്നേഹത്തിന്റെ, അനന്തമായ ജ്ഞാനത്തിന്റെ ഫലമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തു പോയതാണ്. കഴിഞ്ഞ ജന്മം ചെയ്തതാണ്, കഴിഞ്ഞ ജന്മത്തിൽ വിതച്ചതാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കർമ്മ നിയമം എന്ന് ഭാരത സംസ്കാരത്തില്, സനാതന ധർമ്മ പഠനത്തിൽ വരുന്ന ഒരു കാര്യമാണ് കർമ്മ നിയമം. കഴിഞ്ഞ ജന്മങ്ങളിൽ മനസാ വാച നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ആസ്ട്രൽ ബോഡി, മനോമയ വിജ്ഞാനമയ കോശതലത്തിൽ ഇതെല്ലാം ഉണ്ട്. ചക്രങ്ങളിൽ ഇതിൻ്റെതായ ക്ലാവുകൾ, അഴുക്കുകൾ പിടിച്ചിരിക്കും. കഴിഞ്ഞ ജന്മം നിങ്ങൾ വളരെയധികം ദുഷ്ടത പ്രവർത്തിച്ച ഒരാളാണ്. പോട്ടെ, കഴിഞ്ഞ ജന്മം നമ്മൾ ഒരുപാട് കാശ് അടിച്ച് പൊളിച്ചു കളഞ്ഞു, ഒരുപാട് ധനം ഉണ്ടായി, നമ്മൾ പൂർത്തി. ഈ ജന്മം ഒരുപക്ഷെ ജനിക്കുമ്പോൾ ദരിദ്രനായിട്ട് ജനിക്കും. കഴിഞ്ഞ ജന്മം നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സാധന ചെയ്യാതെ കിടന്നുറങ്ങി. ഈ ജന്മം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ജന്മം നമ്മള് കിട്ടിയ നമ്മളുടെ ജോലി നമ്മൾ വെറുതെ തകർത്തടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഭർത്താവിനെ, ഭാര്യ അകാരണമായി നമ്മൾ ദുഃഖിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചു. ചിലപ്പോൾ ആ ജന്മത്തിൽ ഫലം അനുഭവിക്കാം, ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഒരുപക്ഷെ വിവാഹം നടക്കണമെന്നില്ല. പല കാരണങ്ങളുണ്ട്.
ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കല് ഒരു വൈദ്യന്റെ അടുത്ത്, അദ്ദേഹം ഒരു ജ്യോതിഷി കൂടിയാണ്, ഒരാൾ ഒരു വലിയ പ്രശ്നവുമായി എത്തി. അദ്ദേഹത്തിന് ആസ്മ എന്ന് വിളിക്കുന്ന പ്രശ്നമാണ്. ആസ്മ അല്ലെ, ശ്വാസം മുട്ടൽ, വലിവെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇദ്ദേഹം വളരെ പ്രഗത്ഭനായ വൈദ്യനാണ്. ഇദ്ദേഹം പല കുറി മരുന്ന് കൊടുത്തിട്ടും ഇദ്ദേഹത്തിന്റെ ഈ ആസ്മ മാറുന്നില്ല. പുള്ളിക്ക് വലിയൊരു വെല്ലുവിളിയായി പോയി. സാധാരണ പുള്ളി കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ മരുന്ന് കൊടുത്ത് മാറും, രക്ഷയില്ല. അപ്പൊ അദ്ദേഹം വിചാരിച്ചു മരുന്ന് കൊണ്ട് മാറില്ല, മന്ത്രം കൊണ്ടേ മാറാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജാതകം ഒന്ന് അനലൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ജ്യോതിഷത്തില് അപാര സിദ്ധിയുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ ഇദ്ദേഹം ഗ്രഹനില വാങ്ങിച്ച് അനലൈസ് ചെയ്തു. അപ്പൊ അതിന്റെ നമ്മുടെ പൂർവ്വജന്മത്തെ പറ്റി ചിന്തിക്കുന്ന ഭാവം കൊണ്ട് അദ്ദേഹം ചിന്തിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിലെ ഏതോ ഒരു കാർമിക് എഫക്റ്റ് ആണ് ഈ ജന്മത്തിലെ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്നവരും ഉണ്ടാകാം, വിശ്വസിക്കാത്തവരും ഉണ്ടാവാം, അതൊന്നും വിഷയമല്ല. പക്ഷെ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നത് മാത്രമല്ലല്ലോ, അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് നമ്മുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും. അപ്പൊ കർമ്മ നിയമത്തിന്റെ ഒരു ഉദാഹരണം പറയാനെടുത്ത്, അങ്ങനെ അദ്ദേഹം അനലൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഗുരു, അദ്ദേഹം ഹിമാലയത്തിലാണ് വൈദ്യൻ. അങ്ങനെ അടുത്ത മാസം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഗുരുവിനെ കാണാൻ പോയ സമയത്ത് ഈ ജാതകവുമായിട്ട് ഈ വൈദ്യൻ ഗുരുവിന്റെ അടുത്ത്, ഗുരു അങ്ങ് ആ ഗുരുവിൽ നിന്ന് കിട്ടിയ ഉപദേശം കൊണ്ടാണ് ഇദ്ദേഹം കൊടുക്കുന്ന മരുന്നുകൾക്കൊക്കെ ഇത്രയും ഫലസിദ്ധിയുള്ളത്. പക്ഷെ ഇത് വലിക്കുന്നില്ല. ഇപ്പൊ ഗുരു ചെന്നപ്പോഴേ ഒന്നും പറയണ്ട, ഫോട്ടോസ്റ്റാറ്റ് പോലെ ഗുരു, അല്ലെങ്കിൽ സ്കാനർ പോലെയാണ് ഗുരു. ചെന്ന സമയത്ത് ഗുരു പറഞ്ഞു, നിന്റെ മനസ്സിലുള്ള വിഷയം, അതായത് ഈ മാസ്മയുടെ മരുന്ന് കൊടുത്തിട്ട് മാറാത്തതിന്റെ കാരണം ഔഷധ പ്രയോഗം കൊണ്ടത് മാറില്ല. കാരണം അത് അയാളുടെ പൂർവ്വജന്മത്തിലെ ഒരു വിഷയമാണ്, പൂർവ്വജന്മത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്ന് വെച്ച് ഗുരു ഇയാളെ വിളിച്ചിട്ട് ഇയാളുടെ നെറ്റിയിലൊന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ വൈദ്യൻ കാണുന്നത് തന്റെ അടുത്ത് വന്നയാളുടെ പൂർവ്വജന്മമാണ്. പൂർവ്വജന്മമോ അനേക ജന്മങ്ങളില് ഏതോ ഒരു ജന്മം. ആ ജന്മത്തിൽ ഇദ്ദേഹം വളരെയധികം ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഒരു കംസനെ പോലെ ഒരു രാഷ്ട്രത്തിലെ ഒരു പ്രധാന ചുമതലയുള്ള ആളായിരുന്നു. അപ്പൊ അന്നത്തെ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് ഈ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാർ ഇദ്ദേഹം അവിടെയുള്ള ഒരു 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 നദിയിൽ കൊണ്ട് മുക്കിക്കൊല്ലുകയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അങ്ങനെ ഒരു ഡ്യൂട്ടിയുള്ള ആളായിരുന്നു. അല്ല, പല തരത്തിലുള്ള വധമുണ്ട്. വാള് വെച്ച് വെട്ടിക്കൊല്ലും, തൂക്കിക്കൊല്ലും, കിണറ്റിക്കൊണ്ടിടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? ഇങ്ങനെ മുക്കിക്കൊല്ലും. അങ്ങനെ ധാരാളം നിരപരാധികളും ഒക്കെ മുക്കിക്കൊല ചെയ്യപ്പെട്ടു. ഇദ്ദേഹവും അതിൽ സന്തോഷിച്ചിരുന്നു. രാജാവിന്റെ അത്ര നല്ല രാജാവായിരുന്നില്ല, ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ആ ദുഷ്കർമ്മത്തിന് കൂട്ടുന്നതാണ്. അപ്പൊ അവിടുത്തെ മനുഷ്യർ എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജലത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞാണ് അവർ ഓരോ നിമിഷവും മരിച്ചത്. അപ്പൊ അവരുടെ ആ ഒരു താപം, അവരുടെ ആ ഒരു ശാപം ഈ വ്യക്തിയിലേക്കും വന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ജന്മം വന്നപ്പോ ഇതിന് സഹിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലാണ് ഉണ്ടായത്. അതാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. പൂർവജന്മത്തിൽ നമ്മൾ മനസാ വാചാ കർമ്മണ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. ഒരു കർമ്മവും വേസ്റ്റ്. നല്ലത് ചെയ്താൽ ഈ ജന്മം നല്ലത് കിട്ടും. കഴിഞ്ഞ ജന്മം നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മം കിട്ടും. ഇപ്പൊ നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ ഈ ജന്മം തന്നെ അനുഭവിക്കാം, അടുത്ത ജന്മത്തിൽ വരാം. അതാണ് ഋഷികൾ പറയുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കുക. മനസാ വാച കർമ്മണ, നല്ലത് ചിന്തിക്കുക, നല്ല വാക്കുകൾ പറയുക, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് സാധന ചെയ്യുക. വ്യക്തിപരമായി ശാന്തരും ശക്തരും ഊർജ്ജസ്വലരുമാകുക. നിങ്ങളുടെ കുടുംബത്തെ സാധനകൾ പഠിപ്പിക്കുക. ഒരുമിച്ചിരുന്ന് സാധന ചെയ്യുക. നിങ്ങളുടെ ജോലി, പ്രൊഫഷൻ 100% ആത്മാർത്ഥതയോടെ ചെയ്യുക. ഇവിടെ കള്ളത്തരം കാണിച്ചാൽ ഇതിന്റെ ഫലവും നമുക്ക് കിട്ടും. അടുത്ത ജോലിയില്ലാത്ത അവസ്ഥ നമുക്ക് വരാം. എന്തിനാണോ അത് പൂർണ്ണതയോടെ ചെയ്യുക, മനസ്സിനെ നിറച്ച്. ഇതൊരു ധ്യാനയോഗിക്ക് ഈ ശേഷി ഉണ്ടാകും. ഇപ്പൊ നമ്മളുടെ പല സ്ഥലങ്ങളിലും ആദ്യം ഒരാളായിരിക്കും ധ്യാനം പഠിക്കുന്നത് ഒരു വീട്ടിൽ, ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ. ഇത് കണ്ട് അവിടെയുള്ള അച്ഛനും അമ്മയും മക്കളും, ആ കുടുംബം മുഴുവൻ ധ്യാനയോഗികളുടെ കുടുംബമാണെന്ന് ബഹുഭൂരിപക്ഷവും നമ്മുടെ കൂടെ ഉള്ളത്. കാരണം ധ്യാനം അങ്ങനെയാണ്. നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് ധ്യാനം ചെയ്താൽ, ധ്യാനത്തെപ്പറ്റി ഒരിക്കലും ചിന്തിക്കാത്ത നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരു പക്ഷേ പൂർവ്വജന്മ സുഹൃതവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ അവർ ധ്യാനത്തിലേക്ക് വരാനുള്ള ഇതൊരു സുഗന്ധമാണ്. ഒരു ചന്ദനത്തിരി ഒരു മുറിയിൽ കത്തിച്ചു വെച്ചാൽ ആ മുറി
മുഴുവൻ സുഗന്ധപൂരിതമാകും. ആ വീട് മുഴുവൻ സുഗന്ധപൂരിതമാകും. ഒരു വീട്ടിൽ ഒരു ധ്യാനയോഗി ഉണ്ടെങ്കിൽ ആ വീട് സുഗന്ധപൂരിതമാകും. നമ്മളുടെ പിതൃക്കൾക്ക് പോലും, അച്ഛൻ വഴിയും അമ്മ വഴിയും മരിച്ചുപോയ നമ്മുടെ വംശപിതൃക്കൾക്ക് പോലും ഊർധഗതി ഉന്നതി ഉണ്ടാകുമെന്നാണ് യോഗിമാര് പറയുക. നമ്മൾ പഞ്ചാക്ഷരിയും ഹോമവും ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ പിതൃശുദ്ധി ഉണ്ടാകും, പിതൃദോഷങ്ങൾ പോലും മാറ്റാൻ. അപ്പൊ ഒരു ധ്യാനയോഗിയെ ഗ്രഹങ്ങളോ പൂർവജന്മ കർമ്മങ്ങളോ പിതൃദോഷങ്ങളോ മറ്റു ദോഷങ്ങളോ ഒന്നും വലിയ കാര്യത്തിൽ ബാധിക്കില്ല. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ചെയ്ത് എത്രത്തോളം ആ അഴുക്കിനെ കഴുകിക്കളയുന്നുവോ ധ്യാനത്തിലൂടെ, അത്രയും പ്യൂരിഫിക്കേഷൻ, സംശുദ്ധത, പരിശുദ്ധത നിങ്ങൾക്ക് ഉണ്ടാവും. പൂർവ്വജന്മം നമുക്കറിയില്ല. ഞാൻ എവിടെയായിരുന്നു നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ധ്യാനത്തിന്റെ അഗാധതയിലേക്ക് പോകുന്നത് വരെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. ഇന്ന് ധാരാളം കോഴ്സുകളുണ്ട്, പൂർവ്വജന്മത്തെ അറിയും. യഥാർത്ഥത്തിൽ അതിലൊക്കെ പോയി ചിലർക്കൊക്കെ ചില ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷവും നമ്മളെ സമയം വേസ്റ്റ് ചെയ്യുന്നതാണ്. എന്തിനാണ് പൂർവ്വജന്മം അറിഞ്ഞിട്ട്? അത് കഴിഞ്ഞുപോയ സമയമാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഈ കിട്ടിയ ജന്മത്തെ നന്നായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അതാണ് ഓരോ ദിവസവും ഈ മിനിറ്റിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് അടുത്ത മണിക്കൂറുകൾ രൂപപ്പെടുന്നത്. ഓരോ മണിക്കൂറും നിങ്ങൾ എന്ത് ചിന്തിച്ചു, എന്ത് പറഞ്ഞു, എന്ത് പ്രവർത്തിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ രൂപപ്പെടുന്നത്. അപ്പൊ ഈ നിമിഷം മുതൽ മാറാൻ തയ്യാറാണ്. ഈ നിമിഷം മുതൽ മനസ്സാ വാച കർമ്മണ നല്ലത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുക. അതിരാവിലെ മെഡിറ്റേഷൻ ചെയ്യുക, ശ്രദ്ധയോടെ ചെയ്യുക, ആഴത്തിൽ ചെയ്യുക. അപ്പൊ ജന്മജന്മാന്തര കർമ്മദോഷങ്ങളെ, പാപങ്ങളെ, അജ്ഞാനങ്ങളെ നമുക്ക് എരിച്ചു കളയാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന ധ്യാനത്തിന്റെ ശേഷി, കുണ്ഡലിനി ക്രിയയുടെ ആ ഒരു ശക്തി ജന്മജന്മാന്തരങ്ങളായി നമുക്ക് എന്തെങ്കിലും ദുഷ്കർമ്മങ്ങളോ പാപങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അത് എരിച്ചു കളയും എന്നാണ് യോഗിമാര് പറയുക. കാരണം അത് നമ്മളുടെ ആസ്ട്രൽ ബോഡിയിലെ ചക്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനെ കഴുകിക്കളയുന്ന മെത്തേഡാണ് കുണ്ഡലിനി ക്രിയ പ്രാക്ടീസുകൾ എന്ന് യോഗികൾ പറയുന്നത്. ഇത്രയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡിന്. പൂർവ്വജന്മ കർമ്മദോഷങ്ങളെ, പാപങ്ങളെ, അജ്ഞാനത്തെ ഇല്ലാതാക്കാനും ഈ ജന്മത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. നല്ലൊരു മനസ്സാണ് നല്ലൊരു ജീവിതത്തിന്റെ അടിസ്ഥാനം. മനഃശാന്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശാന്തി. മനഃശക്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. മനഃശാന്തിയും മനഃശക്തിയും ഊർജ്ജസ്വലതയും നേടണമെങ്കിൽ ധ്യാനം ചെയ്യണം. മനസ്സിനെ ശാക്തീകരിക്കണമെങ്കിൽ ധ്യാനം ചെയ്യണം. അനേക ധ്യാന മെത്തേഡുകളുണ്ട്. നാദ യോഗ വിദ്യയുണ്ട്, അതുപോലെ തന്നെ ലയയോഗ വിദ്യയുണ്ട്, ജപയോഗ വിദ്യയുണ്ട്, രാജയോഗ വിദ്യകളുണ്ട്, കർമ്മയോഗ വിദ്യകളുണ്ട്, ഭക്തിയോഗ മെത്തേഡുകളുണ്ട്, തന്ത്രയോഗമുണ്ട്, യന്ത്രയോഗമുണ്ട്, ക്രിയായോഗമുണ്ട്. വിവിധങ്ങളായ യോഗ തന്ത്ര മെത്തേഡുകളുണ്ട്. നമ്മൾ ഏത് ഗുരുവിൽ നിന്ന്, ഏത് പരമ്പരയിൽ നിന്ന്, ഏത് ആചാര്യനിൽ നിന്ന് പഠിച്ചാലും അത് വിശ്വാസത്തോടെ നമ്മളത് ചെയ്യണം. നിഷ്ഠമാണ്. നിഷ്ഠയുള്ളവൻ ശ്രേഷ്ഠനാകും എന്നാണ് യോഗികൾ പറയുക. അതുകൊണ്ട് തന്നെ നിഷ്ഠയോടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ശിവകുണ്ഡലിനി ക്രിയ അതിനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പൂർവ്വജന്മത്തെ അറിയാത്ത അജ്ഞാതമായ കർമ്മദോഷങ്ങളുടെ ഫലത്തെ ഇല്ലായ്മ ചെയ്യാനും ഈ ജന്മത്തെ സുഖസുന്ദരമാക്കാൻ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ പുരോഗതി ധ്യാനത്തിലൂടെ ആർജിക്കാൻ കഴിയും. നമ്മൾ ജീവിക്കുന്ന കുടുംബവും സമൂഹവും രാഷ്ട്രവും ലോകവും നന്മയിലേക്ക് നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയും. ഓക്കെ, വരും ജന്മങ്ങൾ ഏറ്റവും ശ്രേയസ്കരമായി മാറുമെന്നാണ് യോഗിമാർ പറയുന്നത്. അപ്പൊ പ്രധാന 2 പോയിന്റുകളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, ധ്യാനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള മാർഗം. ആദ്യം ദിനചര്യ, കൃത്യനിഷ്ഠ വേണം, ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാക്ടീസ് ചെയ്യണം. 2, ധ്യാനം ചെയ്യുമ്പോൾ അറിഞ്ഞ് ആസ്വദിച്ച് ലയിച്ച് ശ്രദ്ധാപൂർവം താല്പര്യപൂർവം ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ധ്യാന ശേഷി, ധ്യാന ശക്തി, ധ്യാനത്തിന്റെ ശ്രദ്ധ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പൊ നമ്മളുടെ സമയം ഏകദേശം പൂർണ്ണമാകുന്നു.